താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി. സലീം സാർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, പ്രത്യേകിച്ചും ഡയബറ്റിക്കിനെ കുറിച്ചും അല്ലെ. നമ്മുടെ കമ്പനിയിൽ ഏറ്റവും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ട്, പ്ലാന്റ് ബേസ്ഡ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെന്താണ് എന്നുള്ളതും ഇതിന്റെ ഉള്ളിലുള്ള ടെക്നോളജി എന്താണെന്നും ഈ ഓരോ പ്രൊഡക്റ്റുകളും എന്തിനു നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് നെയിം ഉണ്ട്, ഈ ബയോ നേച്ചുറൽസ് എന്ന് പറയുന്ന നമ്മുടേതായ രജിസ്റ്റേർഡ് ബ്രാൻഡ് നെയിമിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. എല്ലാ സർട്ടിഫിക്കറ്റോടും കൂടി മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ. ഔഷധം മൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഔഷധം കഴിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരില്ല എന്നുള്ള. നമ്മുടെ ഭക്ഷണം തന്നെ ആയിരിക്കണം നമ്മുടെ മെഡിസിൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ, അങ്ങനെ കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഭക്ഷണത്തിന്റെ പകരം മെഡിസിൻ കഴിച്ച് ജീവിക്കേണ്ട ഒരു രീതിയിലേക്ക് പോകും. നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് ജീവിക്കാൻ തയ്യാറുള്ള ആളുകളാണെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഡിസോർഡറുകൾ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഭക്ഷണ രീതി തെറ്റാണെങ്കിൽ മെഡിസിൻ കൊണ്ട് പ്രത്യേകിച്ചിട്ട് ഗുണമില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ സലീം സാർ ഇപ്പൊ സൂചിപ്പിച്ച പോലെ കെയർലെസ്സായിട്ട് ജീവിക്കുന്ന ഒരാളെടുത്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റും ഒരു മെഡിസിനും കൊടുത്തിട്ട് കാര്യമില്ല. ഈ ഷുഗറുള്ള ആളുകൾ തന്നെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലെ. 2 നേരം ഇൻസുലിൻ അടിക്കും, അല്ലെ 3 നേരം ഇൻസുലിൻ അടിക്കും. എന്നിട്ട് അവർക്ക് മതം കാണുമ്പോൾ ആർത്തിയായിരിക്കും, അവര് ബേക്കറി ഐറ്റംസ് കഴിക്കുന്നുണ്ടാവും, ഭക്ഷണത്തിനൊന്നും ചോറ് 3 നേരം കഴിക്കും. അങ്ങനെയുള്ള ആളുകളാണ് ഏകദേശം ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴേക്കും ഡയാലിസിസിലേക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതിയിലേക്ക് പോയി കായും കാലൊക്കെ മുറിക്കേണ്ട അവസ്ഥ വരുന്നത്. റോങ് മെഡിസിൻ ഈസ് ഓഫ് നോ യൂസ്. ഡയറ്റ് തെറ്റാണെങ്കിൽ മെഡിസിൻ കൊണ്ടൊരു ഗുണമില്ല. ഡയറ്റ് ഈസ് കറക്റ്റ്, നിങ്ങളുടെ ഡയറ്റ് കറക്റ്റ് ആണെങ്കിൽ മെഡിസിന്റെ ആവശ്യമില്ല. ഒരു രണ്ടും ഏകദേശം ഒരേ സ്റ്റേറ്റ്മെന്റ് അല്ല, കൺഫ്യൂഷൻ ആക്കും. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് മനസ്സിലേക്ക് ഇത് കൊടുക്കണം. ഫുഡ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഡ്രഗ് ഓൺ ദ എർത്ത് എന്നാണ്. എർത്തല്ല, ഒരു പ്ലാനറ്റ് തന്നെ. ഈ പ്ലാനറ്റിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡ്രഗ് എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ്. പക്ഷെ അത് ഇന്ന് കാണുന്ന ഭക്ഷണങ്ങളല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 2 ടൈപ്പ് ഉണ്ട്. ഒരു അസുഖം വന്ന് ട്രീറ്റ് ചെയ്യുക, ആ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ നമുക്ക് വേണ്ടി ഇവിടെ എന്ത് ചെയ്യുന്നത്. അലോപ്പതി ആണെങ്കിലും ഒരു പരിധി ഒരു ആയുർവേദം ഒക്കെ ആണെങ്കിലും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലവിലുള്ള ആ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യും, ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത്. പക്ഷെ ആരും അതിന്റെ റൂട്ട് എന്ത് ചെയ്യുന്നില്ല, ക്ലിയർ ചെയ്യുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അസുഖത്തെ എന്നേക്കുമായിട്ട് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മുടെ ഈ സെഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ആണെങ്കിലും നമ്മുടെ ബാക്കി എന്ത് പ്രൊഡക്റ്റാണെങ്കിലും, ഈവൻ മാഗ്നറ്റിക് തെറാപ്പിന്റെ പ്രൊഡക്റ്റുകൾ പോലും ചെയ്യുന്നത് നമ്മുടെ കോശങ്ങളിലേക്കുള്ള ഒരു റീജനറേഷൻ പ്രക്രിയയാണ്. അപ്പൊ ഓരോ നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ വീണ്ടും എന്ത് ചെയ്യും, പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പൊ ഏത് അസുഖത്തിനാണെങ്കിലും അതിന്റെ റൂട്ടിൽ അതിനെന്താണ്, അതിന് മൂലകാരണം, അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ കുറേ കൂടി ഭംഗിയായിരിക്കും അല്ലെ. ഇത് പ്രിവെൻഷൻ ഉള്ളതും അതേപോലെ തന്നെ ക്യൂർ ചെയ്യാനുള്ളതാണ്. രണ്ടുമാണ്. നമുക്ക് ഡയബറ്റിക് ആണെങ്കിലും കിഡ്നി പ്രോബ്ലം, ലിവർ പ്രോബ്ലം, അങ്ങനെയുള്ള എല്ലാ ഹാർട്ട് പ്രോബ്ലം എല്ലാത്തിനുള്ള പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ആയുർവേദ ചെടികളെ കുറിച്ച് അറിയാം അല്ലെ. ആയുർവേദ, സിദ്ധ, യുനാനി കോമ്പിനേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പ്ലാന്റുകൾ നമുക്കറിയാം. ചെയ്യാനൊക്കെ ആര്യവേപ്പ് ഉപയോഗിക്കും അല്ലെ. ഞാൻ ഈ നിങ്ങളോട് പറയാൻ പോകുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഇതുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇതെന്താണ് ഇതിനൊരു മാജിക്കൽ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് 100% കെമിക്കൽ ഫ്രീ ആണ്, 100% പ്ലാന്റ് ബേസ്ഡ് ആണ്. ഇതിലുള്ളതെല്ലാം ചെടികളിൽ നിന്നാണ് ഇതിനത് വേർതിരിച്ചെടുക്കുന്നത്. അതിന്റെ ഇലയിൽ നിന്നും പൂവിൽ നിന്നും കായിൽ നിന്നൊക്കെയാണ് വേർതിരിച്ചെടുക്കുന്നത്. ഈ ചെടികൾ, ഈ പ്ലാന്റുകൾ, നമ്മൾ പറയും ഔഷധ സസ്യങ്ങള്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ USDA സർട്ടിഫൈഡ് ഓർഗാനിക് പ്ലാന്റുകളാണ്. അതിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിരന്തരം എന്ത് ചെയ്യുന്നുണ്ടാവും, പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തി 1% പോയിട്ട് 0.01% പോലും
അതിലെന്തില്ല, കെമിക്കൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ അത് ഓർഗാനിക് ആണെന്ന് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, വേർതിരിച്ചെടുക്കുന്നത്. ഇത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഉൽപ്പന്നമാണ്. അതേപോലെ തന്നെ ഇതിൽ പ്രിസർവേറ്റീവ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ എല്ലാ കമ്പനിയുടെയും ടാബ്ലറ്റ് കോട്ട് ചെയ്തിരിക്കുന്നത് ചിലപ്പം വേറെന്തെങ്കിലും മൃഗക്കൊഴുപ്പ് കൊണ്ടോ നെയ്യ് കൊണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്തിട്ടില്ല, അവിടെ ബൈൻഡിങ്ങിനും കോട്ടിങ്ങിനും പോലും കെമിക്കൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ അലിഞ്ഞു പോകുന്നുള്ളതാണ്. അതേപോലെ ഈ കമ്പനിക്ക് UK ഹൗസ് ഓഫ് ലോർഡ്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്ക്. അത് അവാർഡ് എന്ന് വെച്ചാല് ഈ ബൊട്ടാണിക്കൽ റിസർച്ചിനുള്ള ഒരു അവാർഡാണ്. അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്തില് ഏകദേശം 2000-ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും എന്താ പറയാ ടോപ്പിൽ നിൽക്കുന്ന ഏകദേശം 2000-ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട് പല രാജ്യങ്ങളിലായിട്ട്. ഇന്ത്യയിലല്ല, പല രാജ്യങ്ങളിൽ, ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലായിട്ട്. അപ്പൊ അതില് നമ്മുടെ ഇലോൺ മസ്കിന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, എക്സ്പ്രൈസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. അവരൊരു കോമ്പറ്റീഷൻ റൺ ചെയ്യുന്നുണ്ട്. ആ കോമ്പറ്റീഷൻ റൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഏറ്റവും പ്യുവർ ആയിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് സെൽ റീജനറേഷൻ എന്ന് വെച്ചാല് ഈ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുന്ന, മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കോശങ്ങളെ, അതേപോലെ ആന്റി ഏജിങ്, നമ്മുടെ ശരീരത്തിലേക്ക് പ്രായാധിക്യത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ പ്ലാന്റ് ബേസ്ഡ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ ഒരു കോമ്പറ്റീഷൻ റൺ ചെയ്യുന്നുണ്ട്. ആ കോമ്പറ്റീഷനിൽ ആദ്യത്തെ 100 ലിസ്റ്റിൽ വന്ന കമ്പനിയാണ് നമ്മുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്. ഈ കമ്പനി ഇന്ത്യയിലെ ടോപ്പ് 3 റാങ്കിൽ വരുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണമെന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ കമ്പനി ഉപയോഗിക്കുന്ന ഈ ഒരു ടെക്നോളജി, സിനർജിസ്റ്റിക് ഓപ്റ്റിമൈസ്ഡ് ബ്ലെൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് പേറ്റന്റഡ് ആണ്. അത് അവരുടെ മാത്രം അവകാശ കുത്തകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് എല്ലാം പറ്റുന്ന പ്രൊഡക്റ്റ് ഇന്ന് വേൾഡിൽ ഇല്ല. ഈ കമ്പനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, HACCP, അതേപോലെ GMP, FSSAI, USDA, അതേപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ് പ്രൊഡക്റ്റുകൾ. ഈ കമ്പനി 2006 മുതൽ കഴിഞ്ഞ 19 വർഷമായി ഈ ഒരു മേഖലയിൽ ഈ സെൽ റീജനറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടത്തി 19 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, ഓരോ ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്തതാണ്, വികസിപ്പിച്ചെടുത്തതാണ്. ഇതിന്റെ ഫോർമുല ഒക്കെ പേറ്റന്റഡ് ആണെന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്, ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. നമ്മളൊരു മെഡിസിന് അലോപ്പതിയിൽ ഇറങ്ങുമ്പോൾ, എവിടെ ഇറങ്ങുമ്പോഴും അത് മനുഷ്യ ശരീരത്തിലും എലികളിലൊക്കെ പരീക്ഷിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈ പ്രൊഡക്റ്റ് ഹ്യൂമൻ ബോഡിയിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിനിക്കൽ ട്രയൽ നടത്തി. ഈ ക്ലിനിക്കൽ ട്രയലുകൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പിന്നെ ക്ലിനിക്കൽ ട്രയലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ക്ലിനിക്കൽ ട്രയൽ അസോസിയേഷന്റെ രജിസ്ട്രിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ക്ലിനിക്കൽ ട്രയലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് കമ്പനി ഇറക്കിയ ആ PDF വളരെ വ്യക്തമായിട്ട് ഓരോ ആളുകൾക്കും ഗുണം കിട്ടിയത് എന്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് ട്രയലുകളൊക്കെ. ഇത് 100% വെയിറ്റഡ് ആണ്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. ഇത്രയും എന്താണ് പ്യുവർ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു ദോഷവും ഉണ്ടാക്കില്ല. ഇനി ഇതിനെപ്പറ്റി നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പ്രൊഡക്റ്റ് ആണ്, ഈ കമ്പനി നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞത്. ഇതിന്റെ പാനൽ എന്ന് പറയുന്നത് ജർമ്മനി, UAE, സിംഗപ്പൂർ, ഇന്ത്യ, അങ്ങനെയുള്ള മലേഷ്യ, ഇങ്ങനെയുള്ള ഖത്തർ, റഷ്യ, ദുബായ്, ഇങ്ങനെയുള്ള പാരീസ്, ഇങ്ങനെയുള്ള ഒരു ലോകത്തിന്റെ പല രാജ്യങ്ങളിലുള്ള ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സയന്റിഫിക് വിങ് ആണ്, സയന്റിസ്റ്റുകളുടെ ഒരു പാനലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 19 വർഷത്തോളമായിട്ട് റിസർച്ച് നടത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്ത് ലോകത്തിന്റെ മുന്നിലേക്ക് ബയോടോറിയത്തിലൂടെ മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഓൺ ബ്രാൻഡിൽ, ബയോ നേച്ചുറൽസ് എന്ന് പറയുന്ന ഓൺ ബ്രാൻഡിൽ മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇത് ഇന്ത്യയിലും ലോകത്തിലും എന്തുണ്ടാവും, ഒരു വിപ്ലവം ഉണ്ടാക്കുന്നുള്ളതാണ്.
അടുത്ത അഡ്വാൻസ് ഒമേഗ 3 ആണ്. ഇത് ഹാർട്ടിന്റെയും ബ്രെയിനിന്റെയും സ്കിന്നിന്റെയും മസിലിന്റെയും ഒക്കെ ആരോഗ്യത്തിന് ഒമേഗ 3 വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, തേയ്മാനത്തിന്റെ വേദന ഉള്ള ആളുകൾക്കും ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളുകൾക്കും ഒക്കെ ഒമേഗ 3 കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ മസിലിനെ എന്ത് ചെയ്യും, റിക്കവറി സാധ്യമാക്കും. എല്ലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, ട്രൈഗ്ലിസറിനെ കുറക്കാൻ വേണ്ടി എന്ത് ചെയ്യും, സഹായിക്കും. സ്കിന്നിന്റെ ടെക്സ്ചർ മാറ്റാൻ, സ്കിന്നിൽ എന്താ പറയാ, ഒരു പ്രായാധിക്യത്തിന്റെ അതിനെ ചെറുക്കാനൊക്കെ സഹായിക്കും. ബ്രെയിനിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കും. പലരെയും നമുക്കറിയാം, ഇപ്പൊ ഓർമ്മശക്തി കുറവ്, അല്ലെ, മറന്നു പോകുന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസ് ഒമേഗ 3 കൊടുക്കാം. ഇത് ഭക്ഷണത്തിന് ശേഷം രാവിലെയും രാത്രിയും ഓരോ ടാബ്ലറ്റ്. അഡ്വാൻസ് ഒമേഗ 3 എന്ന് പറയുന്നത് നോർമൽ കേസിൽ ഒമേഗ 3 എന്ന് പറയുന്നത് നമ്മള് മീനെണ്ണ ഗുളിക എന്ന് പറയുന്നത് അതൊക്കെയാണ് കഴിക്കാൻ നിൽക്കുക. പൊതുവെ വെജിറ്റേറിയൻസിന് കിട്ടുന്ന പ്യൂർ ആയിട്ടുള്ള ഒമേഗ 3 മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇത് 100% വെജിറ്റേറിയൻ ആണ്. കടൽ ആൽഗകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നത്. ഗ്രീൻ ആൽഗകളിൽ നിന്നാണ്. അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡ്. ഇത് രണ്ടിന്റെയും സ്റ്റെം സെൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ, കാരണം മറ്റതിന് സ്മെല്ലുണ്ടാവും, ഇതിന് സ്മെല്ലുണ്ടാവില്ല. ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ പ്രൊഡക്റ്റിന്റെ കൂടെ ക്ലബ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്, വേദനക്കാണെങ്കിലും ഹാർട്ടിന്റെ ആണെങ്കിലും ഡയബറ്റിക്കിന്റെ ആണെങ്കിലും മറ്റേ ബ്യൂട്ടി വൈറ്റിന്റെ കൂടെ ഒക്കെ ക്ലബ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഒരു 90 ദിവസമെങ്കിലും കറക്റ്റ് കഴിക്കുക. സ്പോർട്സ് പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റും, ഒമേഗ 3 ബ്യൂട്ടി വൈറ്റിലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാമിനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ ഫോക്കസ് ഇഷ്യൂ ഉള്ള ആളുകൾ, എന്ന് വെച്ചാല് ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകളെത്താണ്, അവർക്ക് എന്ത് ചെയ്യുക, ഒരു മെമ്മറി മാക്സും അതേപോലെ തന്നെ ഒമേഗ 3 ക്ലബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകൾക്ക് അഡ്വാൻസ് ഹെൽത്തി ഹാർട്ടിന്റെ കൂടെ അഡ്വാൻസ് ഒമേഗയും കൂടി കൊടുക്കുക. എന്നുവെച്ചാൽ നാളെ വരാൻ പോകുന്ന അറ്റാക്കിന് വരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. LDL മാനേജ്മെന്റിനും ഇത് രണ്ടും കൊടുക്കുക. BP ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് അത് BP, അതുപോലെ തന്നെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങള്, സ്ട്രെസ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മെമ്മറി മാക്സിന്റെ കൂടെ ഒമേഗ 3 ക്ലബ് ചെയ്ത് കൊടുക്കുക. മറ്റ് 3 മാസം ഏറ്റവും മിനിമം നിങ്ങൾ ഇത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് വരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം നമ്മൾ രോഗികളെ തേടി പോകുന്ന ആളുകളിൽ നിന്ന് മാറി നമ്മൾ നല്ലൊരു വെൽനസ് അഡ്വൈസർ ആയിട്ട് മാറാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുവാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.